നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വിദ്യാവിജയത്തിന് കുട്ടികൾക്ക് ചൊല്ലാവുന്ന ചില മന്ത്രങ്ങളും വഴിപാടുകളുമാണ് ഞാനിവിടെ പറയുന്നത്. പരീക്ഷാ വിജയത്തിന് വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്കൊക്കെ ചൊല്ലാവുന്ന ചില വഴിപാടുകളും പ്രാർത്ഥനകളും അതാണ് ഞാനിവിടെ പറയുന്നത്. വിദ്യാവിജയത്തിന് പരീക്ഷകളിൽ ഇവർക്ക് വിജയിക്കണ്ടേ, നല്ല മാർക്കും വാങ്ങണ്ടേ. എന്നാൽ പലരും പരീക്ഷാ സമയം ആവുമ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും പരീക്ഷാ സമയത്ത് ഒരു പരീക്ഷ പേടി ഈ കുട്ടികളിൽ ചില കുട്ടികളിൽ കാണാറുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത പലരെയും പല കുട്ടികളെയും വിഷമത്തിലാക്കാറുണ്ട് ഈ പരീക്ഷാ സമയങ്ങളിൽ. ചിലവർക്ക് പനി വരെ വരാറുണ്ട്, പരീക്ഷാ പനി എന്ന് തന്നെ പറയും ചില സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കുട്ടികൾക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഈശ്വരാധീനമുണ്ടായി അവർക്ക് നല്ല പോലെ പഠിക്കാനും നല്ല മാർക്ക് വാങ്ങാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ ഒരു ചെറിയ ചുരുക്ക കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് ഈ വീഡിയോയിൽ. ഇതേപോലെയുള്ള പുതിയ അറിവുകൾ ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങളൊന്ന് ഈ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ ചൊല്ലുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കാൻ നോക്കാം. ഇതാണ് ഈ മന്ത്രം. ഓം വാഗീശ്വരായ വിദ്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസ പ്രചോദയാത്. വലിയ അക്ഷര ബുദ്ധിമുട്ടൊന്നും വരുന്ന ഒരു മന്ത്രമല്ല, വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് താളാത്മകമായി ചൊല്ലാവുന്ന ഒരു മന്ത്രമാണിത്. ഓം വാഗീശ്വരായ വിദ്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസ പ്രചോദയാത്. ഇതാണ് ഈ വിദ്യാമന്ത്രം. ഈ മന്ത്രം കുട്ടികളെ കൊണ്ടൊന്ന് ചൊല്ലിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ചൊല്ലാൻ ശ്രമിക്കുക. സരസ്വതി വിദ്യാദേവതകളായ സരസ്വതി ദേവിയുടെയും ദക്ഷിണാമൂർത്തി സ്വാമികളുടെയും മന്ത്രങ്ങളെക്കാൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചൊല്ലാവുന്ന, അതും വളരെ താളാത്മകമായി ചൊല്ലാവുന്ന ഒരു എളുപ്പമുള്ള മന്ത്രമാണ് ഞാനിവിടെ ചൊല്ലിയത്. മഹാവിഷ്ണുവിന്റെ ജ്ഞാനസ്വരൂപമായ ഹയഗ്രീവമൂർത്തിയാണ്, ഹയഗ്രീവമൂർത്തിയുടെ മന്ത്രമാണ് ഞാനിവിടെ ചൊല്ലിയത്. വിദ്യയുടെയും ബുദ്ധിയുടെയും യഥാർത്ഥ അധിപനായി ഹയഗ്രീവദേവനെ കരുതപ്പെടുന്നു. അപ്പൊ സരസ്വതി ദേവിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും മന്ത്രങ്ങളെക്കാൾ എളുപ്പത്തിൽ ഇവർക്കത് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ്. ഞാൻ ഒന്നുകൂടി ചൊല്ലാം. ഓം വാഗീശ്വരായ വിദ്മഹേ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസ പ്രചോദയാത്. ഹയഗ്രീവമൂർത്തി വിഷ്ണുവിന്റെ രൂപമാണ്, മഹാവിഷ്ണുവിന്റെ ജ്ഞാനസ്വരൂപമാണ് ഈ ഹയഗ്രീവ മൂർത്തി. ഇത് കുട്ടികൾ രാവിലെ കുളിച്ച് ശുദ്ധമായി പഠിക്കാനിരിക്കുന്നതിന് മുൻപ് 9 പ്രാവശ്യം മനസ്സിരുത്തി ചൊല്ലിയാൽ അവർ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും വീണ്ടും അത് മനസ്സിൽ വരുവാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പൊ കുട്ടികൾ രാവിലെ കുളിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഒരു 9 പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതാണ്. ബുദ്ധിയും ഓർമ്മശക്തിയും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും പരീക്ഷ ഹാളിൽ കൃത്യസമയത്ത്
ഓർമ്മ വരാനും ഹയഗ്രീവ ഭജനം വളരെ ഉത്തമമാണ്. പരീക്ഷാ ദിവസങ്ങളിൽ ഇത് കൂടാതെ പരീക്ഷാ ദിവസങ്ങളിൽ വീടിനടുത്തുള്ള ദേശദേവതയ്ക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇവരുടെ വീടിന്റെ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോയിട്ട്, അല്ലെങ്കിൽ ദേശദേവതയ്ക്ക്, അവിടെ ദേവി തന്നെ ആവണമെന്നില്ല, ഏത് ദേവനാണെങ്കിലും ആ ദേശത്തിരിക്കുന്ന ദേവതയാണ് ദേശദേവത. അപ്പൊ ആ ദേശദേവതയ്ക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പരീക്ഷാ പേടിയൊക്കെ മാറുന്നതിന് വളരെ ഉപകരിക്കും. അതുകൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദിച്ച് തുളസിമാല ചാർത്തി വിദ്യ രാജഗോപാല മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീ പരമേശ്വര ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും പിൻവിളക്ക് തെളിയിക്കുന്നതും വളരെ നല്ലതാണ്. ദേവതയാണല്ലോ, വിജ്ഞാനത്തിന്റെ ദേവതയാണ് ദക്ഷിണാമൂർത്തി. അപ്പൊ ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാണ്. അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാവിജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. സരസ്വതി ക്ഷേത്രങ്ങളിൽ. ഇനി ബുധനാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കർണമാല ചാർത്തി വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തി വിദ്യാതടസ്സം മാറുന്നതിനായി നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് ഗണപതിക്ക് ബുധനാഴ്ച, ഓരോ ദേവതമാർക്കും ഓരോ ദിവസമുണ്ട്. അതുപോലെ ഗണപതിയുടെ ദിവസം ബുധനാഴ്ച. അപ്പൊ ഗണപതിക്ക് കർഗമാല ചാർത്തി വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തി വിദ്യാതടസ്സം മാറുന്നതിനുള്ള പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പൊ വഴിപാടുകൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ചെയ്യാവുന്നതാണ്. ഇനി കുട്ടികൾ തന്നെ പോയി ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ നാളും പേരും പറഞ്ഞ് വഴിപാടുകൾ നടത്താവുന്നതാണ്. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും, അതായത് 7 വ്യാഴാഴ്ച എങ്കിൽ 7 വ്യാഴാഴ്ച, അല്ലെങ്കിൽ 7 വെള്ളിയാഴ്ച, 7 ബുധനാഴ്ച, ഇങ്ങനെയുള്ള 7 ദിവസങ്ങളിൽ മുടങ്ങാതെ ചെയ്യുന്നതാണ് ഉത്തമം. വിഷ്ണുവിനും ശിവനും പാൽപ്പായസ നിവേദ്യവും ദേവിക്ക് കടും പായസവും ഗണപതിക്ക് ഉണ്ണിയപ്പം, മോദകം, ത്രിമധുരം എന്നിവ നിവേദിക്കാവുന്നതുമാണ്. അപ്പോൾ വിദ്യാവിജയത്തിനായിട്ട് പല കാര്യങ്ങളും ചെയ്യാവുന്ന ചില വഴിപാടുകളുണ്ട്. പല കാര്യങ്ങൾക്കായി ചെയ്യാവുന്ന വഴിപാടുകളിലൊന്നാണ് വിദ്യാവിജയത്തിന് ചെയ്യേണ്ട വഴിപാടുകൾ. അപ്പൊ വിദ്യാവിജയത്തിന് ചെയ്യാം. പിന്നെ ഇവരുടെ ജാതകം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇനി ജാതകം ഇല്ലാത്തവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം. കാരണം ശനി ദോഷങ്ങളോ വല്ലതോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാകാരകനായ ബുധന് മൗഢ്യമുണ്ടെങ്കിൽ, ഈ സമയത്തൊക്കെ ചില സമയങ്ങളിൽ അവർക്ക് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും ചില സമയത്ത് അവർക്ക് ബുദ്ധിമാന്യത വരും. കാരണം പഠിച്ച കാര്യങ്ങൾ ഓർത്തു എടുക്കാൻ പെട്ടെന്ന് സാധിക്കാത്ത അവസ്ഥയൊക്കെ വരും. കാരണം അത് അവരുടെ സമയത്തിന്റെ ദോഷമാണ്. അപ്പൊ ശനി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, രാഹു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, വിദ്യാകാരകനായ ബുധന് മൗഢ്യമുണ്ടെങ്കിലും അങ്ങനെ വരാം. അങ്ങനെ അതെന്താണെന്ന് കൂടി അന്വേഷിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സാമാന്യമായി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇതേപോലെയുള്ള പുതിയ അറിവുകൾ ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.